ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മക്രോണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ കുക്കറിലോട്ട് 1 കപ്പ് മക്രോണി ഇട്ട് കൊടുക്കുക. അതിലോട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലോട്ട് ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. എന്നോട് ഉപ്പ് ചേർക്കാൻ മറന്നായിട്ടുണ്ടായിരുന്നു. അതെപ്പോഴും ഉള്ളതാണ് മറവി, അതുകൊണ്ട് പിന്നെ ഞാൻ അത്ര മൈൻഡ് ആക്കിയില്ല. പിന്നെ നമ്മളെ മക്രോണിയൊക്കെ ഇപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 4 വിസിലാവുന്നത് വരെ ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ എടുക്കുക. അതിലോട്ട് ഒരു അര ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അര ടീസ്പൂണ് മൈദപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലോട്ട് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലോട്ട് ഞാൻ അല്പം ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയും കൂടിയും ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് പൊരിച്ച് വെച്ച ചിക്കന് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്, അതും ഇതിലോട്ട് ചേർക്കുക കേട്ടോ. അല്ലെങ്കിൽ കൈകൊണ്ട് നുറുക്കി ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ മക്രോണിയിൽ ഉപ്പിടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കെച്ചപ്പും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടിയും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മക്രോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സും പിന്നെ ഒറിഗാനും കൂടി ഉള്ള ഒരു മിക്സ് ഉണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട് കേട്ടോ. ആക്സിഡൻ്റലി മിക്സ് ആയിപ്പോയതാണ്. അപ്പം ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മക്രോണീൻ്റെ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എൻ്റെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.